സംസ്ഥാന ബജറ്റിന് മുന്നോടിയായി രൂപയുടെ ചിഹ്നം മാറ്റി തമിഴ്നാട് സർക്കാർ. ഇന്ത്യൻ റുപ്പിയുടെ ഔദ്യോഗിക ചിഹ്നത്തിനു പകരം തമിഴ് അക്ഷരമാലയിലെ രു എന്നതിന്റെ ചിഹ്നമാണ് പുതുതായി DMK സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നത്. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന ബജറ്റ് ഇന്നാണ് അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ബജറ്റിന്റെ പോസ്റ്ററുകളിൽ ഇന്ത്യൻ റുപ്പിയുടെ ഔദ്യോഗിക ചിഹ്നം ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇന്നത്തെ ബജറ്റിന് മുന്നോടിയായി മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പങ്കുവച്ച എക്സിലെ പോസ്റ്ററിലാണ് ഇന്ത്യൻ റുപ്പിയുടെ ചിഹ്നം മാറ്റിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരുമായി ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ പ്രക്ഷോഭം തുടരുന്നതിനിടെയാണ് പുതിയ നീക്കമെന്നതും ശ്രദ്ധേയമാണ്. അതേസമയം ചിഹ്നം മാറ്റൽ സംബന്ധിച്ച് തമിഴ്നാട് സർക്കാരിൽ നിന്ന് ഇതുവരെ ഔദ്യോഗിക അറിയിപ്പൊന്നും പുറത്തു വന്നിട്ടില്ല. എന്നാൽ പുതിയ മാറ്റത്തെ ന്യായീകരിച്ച് DMK നേതാവ് ശരവണൻ അണ്ണാദുരൈ രംഗത്തു വന്നു. ഇതിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ല. ഇത് ഒരു ഏറ്റുമുട്ടൽ അല്ല. ഞങ്ങൾ തമിഴിന് മുൻഗണന നൽകുന്നു. അതുകൊണ്ടാണ് സർക്കാർ ഇത്തരമൊരു നീക്കവുമായി മുന്നോട്ട് പോയതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം സ്റ്റാലിൻ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് BJP രംഗത്ത് വന്നു. സ്റ്റാലിൻ മണ്ടനാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമലയുടെ വിമർശനം. രൂപയുടെ ദേശീയ ചിഹ്നത്തെ സ്റ്റാലിൻ സർക്കാർ അപമാനിച്ചു. DMK മുൻ MLA-യുടെ മകൻ ഉദയകുമാർ രൂപകൽപ്പന ചെയ്തതായിരുന്നു ആ ചിഹ്നം. രാജ്യം മുഴുവൻ ഔദ്യോഗികമായി അംഗീകരിച്ച രൂപയെ അപമാനിച്ചുകൊണ്ടാണ് സർക്കാർ പുതിയ ലോഗോ പുറത്തിറക്കിയത്. നിങ്ങൾക്ക് എങ്ങനെ ഇത്രത്തോളം വിഡ്ഢിയാകാൻ കഴിയുന്നു സ്റ്റാലിൻ എന്നായിരുന്നു അണ്ണാമലയുടെ ചോദ്യം. ചിഹ്നം മാറ്റാനുള്ള നീക്കം DMK ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് പറയുന്നതിന് തുല്യമാണെന്നും പരാജയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുകയാണെന്നും BJP സംസ്ഥാന വക്താവ് നാരായണൻ തിരുപ്പതി പറഞ്ഞു. മറ്റൊരു മുതിർന്ന തമിഴ് BJP നേതാവും മുൻ ഗവർണറുമായ തമിഴിസൈ സൗന്ദരരാജനും DMKയെ വിമർശിച്ചെത്തി. ഇത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് എന്നും DMK ദേശീയ താൽപര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയാണ് എന്നും അദ്ദേഹം തുറന്നടിച്ചു. അക്ഷരമാല മാറ്റുന്നതിനു പകരം അടിസ്ഥാന വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും സ്റ്റാലിന്റെ പേര് തമിഴ് പേരിലേക്ക് മാറ്റുമോ എന്നുമാണ് അവർ വെല്ലുവിളിച്ചത്. തമിഴ്നാട് സർക്കാരിന്റെ നടപടിയെ രൂക്ഷമായി വിമർശിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമനും രംഗത്തു വന്നു. വിഘടനവാദ വികാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയാണ് ഇതെന്നും അപകടകരമായ മാനസികാവസ്ഥയെയാണ് ഇത് പ്രതിഫലിക്കുന്നത് എന്നും നിർമ്മല സീതാരാമൻ തുറന്നടിച്ചുകൊണ്ട് പറഞ്ഞു. ഭാഷാപരവും പ്രാദേശികവുമായ വർഗീയതയെ അനുകരിക്കാൻ പാടില്ലാത്ത ഉദാഹരണമാണ് എന്നും അവർ ചൂണ്ടിക്കാട്ടി. മുൻ DMK MLA N ധർമ്മലിംഗത്തിന്റെ മകൻ TD ഉദയകുമാറാണ് ഈ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് എന്നതാണ് വിരോധാഭാസമെന്നും മന്ത്രി എക്സിൽ കുറിച്ചു. ഇപ്പോൾ അത് നീക്കം ചെയ്യുന്നതിലൂടെ DMK ഒരു ദേശീയ ചിഹ്നത്തെ നിരസിക്കുക മാത്രമല്ല, ഒരു തമിഴ് യുവാവിന്റെ സൃഷ്ടിപരമായ സംഭാവനയെ പൂർണ്ണമായും അവഗണിക്കുകയാണ് എന്നും അവർ കുറ്റപ്പെടുത്തി. മാത്രമല്ല, രൂപായി എന്ന തമിഴ് പദത്തിന് സംസ്കൃത പദമായ രൂപിയിൽ ആഴത്തിലുള്ള വേരുകൾ ഉണ്ട്. നൂറ്റാണ്ടുകളായി തമിഴ് വ്യാപാരത്തിലും സാഹിത്യത്തിലും ഈ പദം പ്രതിധ്വനിക്കുന്നു. ഇന്നും തമിഴ്നാട്ടിലും ശ്രീലങ്കയിലും രൂപായി കറൻസി നാമമായി തുടരുന്നു എന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. എന്നാൽ പ്രസ്തുത ചിഹ്നം രൂപകൽപ്പന ചെയ്ത IIT ഗുവാഹത്തി പ്രൊഫസർ ഉദയകുമാർ ധർമ്മലിംഗം പറഞ്ഞത് എന്തുകൊണ്ടാണ് രൂപയുടെ ഔദ്യോഗിക ചിഹ്നം മാറ്റിയത് എന്ന് തനിക്കറിയില്ല എന്നാണ്. ഒരു പക്ഷേ സംസ്ഥാന സർക്കാരിന് അവരുടേതായ കാഴ്ചപ്പാടുകളും മറ്റും മാറ്റാൻ കാരണങ്ങൾ ഉണ്ടായിരിക്കും. 15 വർഷം മുൻപ് കേന്ദ്ര സർക്കാർ ഒരു മത്സരം സംഘടിപ്പിച്ചപ്പോഴാണ് ഞാൻ ഇത് രൂപകൽപ്പന ചെയ്തത്. അതിൽ ഞാൻ വിജയിച്ചു എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്.